ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സഭയുടെ ഉൽപ്രാവണവും ക്രിസ്തുവിൻ്റെ ന്യായാസനവും എന്ന വിഷയം നമുക്ക് ഒരുമിച്ച് പഠിക്കുവാൻ ഇങ്ങനെ ഒരു അവസരം കൂടെ കർത്താവ് തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ലോകത്തിൽ ഇനി ഏറ്റവും അടുത്ത് സംഭവിക്കേണ്ട അതിപ്രധാനമായ ഒരു വിഷയമാണ് സഭയുടെ സ്വർഗത്തിലേക്കുള്ള എടുക്കപ്പെടൽ എന്നുള്ളത്. നമുക്കറിയാം, ഞാൻ നിങ്ങൾ എത്തിയിരിക്കുന്ന കാലഘട്ടം വളരെ പ്രധാനപ്പെട്ടതാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ സമ്പാദിക്കപ്പെട്ട ദൈവസഭ ഈ ഭൂമിയിൽ നിന്ന് ഏത് നിമിഷവും മാറ്റപ്പെടാവുന്ന സാഹചര്യത്തിലൂടെ നാം ലോകത്തിൽ കടന്നു പോവുകയാണ്. തിരുവെഴുത്തിൽ പഠിപ്പിക്കുന്ന സഭയുടെ ഉൽപ്രാവണം എന്നുള്ളൊരു വിഷയത്തെ സംബന്ധിച്ച് ഈ വരുന്ന ദിവസങ്ങളിലുള്ള ക്ലാസ്സുകളിൽ നമ്മൾ തുടർച്ചയായി പഠിക്കാനായിട്ട് പോവുകയാണ്. ഈ വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ക്രൈസ്തവ മണ്ഡലത്തിൽ 4 പ്രധാനപ്പെട്ട ആശയങ്ങൾ സഭയുടെ ഉൽപ്രാവണത്തോട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിലൊന്ന്, സഭ മഹാപീഡനത്തിന് മുമ്പ് എടുക്കപ്പെടുമെന്നുള്ളതാണ്. പ്രീ ട്രിബുലേഷൻ റാപ്ചർ. നമുക്കറിയാം, മഹാപീഡനമെന്ന് പറയുന്നത് ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന അതിഭയങ്കരമായ ദൈവത്തിൻ്റെ ന്യായവിധിയുടെ ഒരു കാലഘട്ടമാണ്. യാക്കോബിൻ്റെ കഷ്ടകാലമെന്നറിയപ്പെടുന്ന യഹോവയുടെ ദിവസമെന്ന് പഴയ നിയമത്തിലും കർത്താവിൻ്റെ നാളെന്ന് പുതിയ നിയമത്തിലും പറഞ്ഞിരിക്കുന്ന 7 വർഷം നീണ്ട ഒരു കാലഘട്ടത്തിനാണ് മഹാപീഡന കാലഘട്ടം എന്ന് വേദപുസ്തകം പറയുന്നത്. വെളിപ്പാട് പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൻ്റെ 6 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ ന്യായവിധിയുടെ ഭയങ്കരമായ ഒരു കാലഘട്ടത്തെയാണ് മഹാപീഡന കാലഘട്ടം എന്ന് പറയുന്നത്. ദാനിയേൽ പ്രവാചകന് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത 70 ആഴ്ചവട്ടം, ആ 70 ആഴ്ചവട്ടങ്ങൾക്ക് ശേഷമാണ് ക്രിസ്തുവിൻ്റെ ലോകത്തിലേക്കുള്ള മടങ്ങിവരവും ലോകഭരണവും എന്നുള്ളത് ഇസ്രയേലിന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. 70 സംവത്സരത്തെ ബാബിലോണ്യ അടിമത്തത്തിൽ നിന്ന് ഒരു മോചനമുണ്ടായി ഇസ്രയേലിൻ്റെ വീണ്ടെടുപ്പ് ഉണ്ടാകും. യഥാർത്ഥ മശിഹ മടങ്ങി വന്ന് ഇസ്രയേലിൽ അധിവസിച്ചുകൊണ്ട് ലോകത്തിൻ്റെ ഭരണചക്രം തിരിക്കുമെന്നുള്ള യഹൂദന്മാരുടെ ചിരകാല പ്രതീക്ഷ, സ്വപ്നം ദാനിയേൽ നിരന്തരമായി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദൈവം ദാനിയേലിന് കൊടുത്ത ഉത്തരം, ഇസ്രയേലിൻ്റെ യഥാർത്ഥമായിട്ടുള്ള വീണ്ടെടുപ്പ്, അവരുടെ പുനരുത്ഥാനം യഥാർത്ഥമായി നടക്കണമെങ്കിൽ 70 ആഴ്ചവട്ടം കൂടെ അവർ കാത്തിരിക്കണം. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം നമ്മൾ പഠിച്ചാൽ 70 ആഴ്ചവട്ടം എന്ന് പറയുന്നത് ഒരാഴ്ചവട്ടം 7 വർഷമാണ്. അങ്ങനെ 70 ആഴ്ചവട്ടം എന്ന് പറയുന്നത് 490 വർഷങ്ങളാണ്. അങ്ങനെയുള്ള നീണ്ട 490 വർഷങ്ങൾക്ക് ശേഷമാണ് യഹൂദന് ഒരു പുനരുത്ഥാനമുണ്ടാകാൻ പോകുന്നത്. അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു ഇസ്രയേലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പഠിക്കുന്ന 5ാമത്തെ ലോക സാമ്രാജ്യം, കൈതൊടാത്ത ഒരു കല്ല് വന്ന് ലോകത്തിലുള്ള ഭരണ സംവിധാനങ്ങളെ മുഴുവൻ തകർത്ത് ലോകത്തിൻ്റെ ഭരണം ഏറ്റെടുക്കുന്ന മനോഹരമായ ദൈവരാജ്യമെന്നുള്ള ഇസ്രയേലിൻ്റെ സങ്കല്പത്തിലെ ആ വലിയ കാലഘട്ടം, അത് 70 ആഴ്ചവട്ടങ്ങൾക്ക് ശേഷം സംഭവിക്കുകയുള്ളൂ എന്ന് ദാനിയേൽ പ്രവചനോട് ദൈവം പറയുകയാണ്. അത് ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കും. അവിടെ നമ്മൾ പഠിക്കുന്നത്, ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ 27 വരെയുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ 69 ആഴ്ചവട്ടം കഴിഞ്ഞപ്പോൾ അഭിഷിക്തൻ ഛേദിക്കപ്പെട്ടു. ഞാൻ വളരെ ചുരുക്കമായി പറയുകയാണ്. 69 ആഴ്ചവട്ടം എന്ന് പറയുന്നത് 490 വർഷത്തിൽ 483 വർഷം തികഞ്ഞപ്പോൾ അഭിഷിക്തൻ ഛേദിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. 483 വർഷം ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്ന പ്രകാരമുള്ള 69 ആഴ്ചവട്ടം തികഞ്ഞ AD 32-33 കാലഘട്ടത്തിൽ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. അതിനുശേഷം പിന്നീട് ഒരു
ആഴ്ചവട്ടം കൂടെ ആണ് യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേലിൻ്റെ വീണ്ടെടുപ്പിനായിട്ട് ഉള്ളത്. എന്നാൽ നമുക്കറിയാം 69 ആഴ്ചവട്ടം എന്ന് പറയുന്ന AD 32-33 കാലഘട്ടത്തിന് ശേഷം വേദപുസ്തകത്തിൽ പഠിപ്പിക്കുന്ന യഹോവയുടെ കോപദിവസമെന്നും യാക്കോബിൻ്റെ കഷ്ടകാലമെന്നും കർത്താവിൻ്റെ നാളെന്നൊക്കെ അറിയപ്പെടുന്ന ദൈവം ലോകത്തിന് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേകമായ ന്യായവിധിയുടെ കാലഘട്ടം ചരിത്രത്തിലെങ്ങും സംഭവിച്ചിട്ടില്ല. ദാനിയേൽ പ്രവാചകൻ്റെ പ്രവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ 69 ആഴ്ചവട്ടം കഴിഞ്ഞാൽ അടുത്തത് 70 ആഴ്ചവട്ടം സംഭവിക്കേണ്ടതാണ്. അതുകൊണ്ട് വേദപുസ്തക പഠിതാക്കളുടെ അഭിപ്രായത്തിൽ 69 ആഴ്ചവട്ടത്തിനും 70 ആഴ്ചവട്ടത്തിനുമുള്ള ഒരു നീണ്ട ഇടവേളയാണ് കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. പെന്തക്കോസ്ത് നാളിൽ ആരംഭിച്ച ദൈവസഭ AD 133 മുതൽ ആരംഭിച്ചുവെങ്കിൽ ഇന്ന് 2026 വർഷം തികഞ്ഞിരിക്കുകയാണ്. സഭയെ സംബന്ധിച്ചിടത്തോളം 2000 വർഷം പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ സഭയുടെ ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഒരു ഇൻ്റർവൽ പീരീഡാണ്. 69ഉം 70ഉം എന്ന് പറയുന്ന ആ ആഴ്ചവട്ടത്തിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഇൻ്റർവൽ പീരീഡാണ്. ഇനി ദാനിയേൽ പ്രവാചകനോട് പറഞ്ഞിരിക്കുന്ന പ്രവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ 70 ആഴ്ചവട്ടമെന്ന് പറയുന്ന 7 വർഷം നീണ്ട ഒരു ശുദ്ധീകരണ കാലം യഹൂദനെ സംബന്ധിച്ച് നടക്കണം. റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരുവോളം ഇസ്രയേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ഇസ്രയേലിൻ്റെ ആ കാഠിന്യത്തിൻ്റെ ഭയങ്കരത നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞത് മുതൽ, യേശുക്രിസ്തുവിനെ ക്രൂശിച്ചത് മുതൽ ലോകത്തിലവർ ധാരാളം കഷ്ടതകൾ അനുഭവിച്ചു എന്നുള്ളത് ശരിയാണെങ്കിലും പ്രവാചകന്മാർ പറയുന്നത് പോലെ ഇസ്രയേൽ ലോകത്തിലെ സകല ജാതികൾക്കും ഒരു ഭാരമുള്ള കല്ലാണ്. ഇപ്പോൾ നടക്കുന്ന യുദ്ധങ്ങളും പ്രശ്നങ്ങളുമൊക്കെ ഇസ്രയേലിൻ്റെ കണ്ടുപിടുത്തത്തിൽ അധിഷ്ഠാനം നടക്കുന്ന യുദ്ധമാണെന്ന് നമുക്കറിയാം. ഇപ്പോൾ ലോകത്തിലൊരു ഭാരമുള്ള, എല്ലാ രാജ്യങ്ങൾക്കും ഒരു ഭാരമുള്ള കല്ലായി ഇസ്രയേൽ നിന്ന് മാറിയിരിക്കുകയാണ്. ആ ഇസ്രയേലിനെ ഒരു പുനഃക്രമീകരണം ചെയ്ത് അവരുടെ ഹൃദയത്തിന് രൂപാന്തരം വരുത്തി, അവരുടെ കാഴ്ചപ്പാടുകൾക്ക് രൂപാന്തരം വരുത്തി, അവർക്ക് യഥാർത്ഥ മശിഹയെ കണ്ടുമുട്ടി, സഖറിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്നത് പോലെ കുത്തിയവങ്കിലേക്ക് നോക്കി അവരനുദപിച്ച് മാനസാന്തരപ്പെട്ട് മടങ്ങി വരുന്ന ഒരു കാലഘട്ടം ദൈവവചനത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കാലഘട്ടം ചരിത്രത്തിൽ ഇനി സംഭവിക്കാൻ പോവുകയാണ്. ആ കാലഘട്ടത്തിനാണ് 70 ആഴ്ചവട്ടം അല്ലെങ്കിൽ മഹാപീഡന കാലഘട്ടം എന്ന് പറയുന്നത്. ഞാൻ ഇത്രയും ചുരുക്കി ആ വിഷയം അവതരിപ്പിക്കാനേ എനിക്ക് നിർവാഹമുള്ളൂ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രീ ട്രിബുലേഷൻ റാപ്ചർ എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് മഹാപീഡനത്തിന് മുമ്പ് സഭ എടുക്കപ്പെടും എന്നുള്ളതാണ്. പൊതുവെ വേദപുസ്തകം ആക്ഷരികമായി വ്യാഖ്യാനിക്കുന്ന യുഗപരമായ ദൈവിക പ്രവർത്തനത്തെക്കുറിച്ച് പഠിക്കുന്ന ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്നത് പ്രീ ട്രിബുലേഷൻ റാപ്ചറാണ്. നമ്മൾ ഒക്കെ അത് വിശ്വസിക്കുന്നവരാണ്, ചിലരൊക്കെ അത് വിശ്വസിക്കാത്തവരുമുണ്ട്. രണ്ടാമത്തെ ആശയമെന്ന് പറയുന്നത് പാർഷ്യൽ റാപ്ചർ തിയറിയാണ്. അത് നല്ല ഒരു ശതമാനം ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഇടയിലുള്ള ഒരു സിദ്ധാന്തമാണ്. അവർ പറയുന്നത് സഭ പൂർണ്ണമായും എടുക്കപ്പെടത്തില്ല. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യമാണ് അവർ ആധാരമായിട്ട് എടുക്കുന്നത്. അവർ പറയുന്നത് കർത്താവ് വരുന്നത് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കാണ്. ഇപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുന്ന ആളുകൾ, അതിന് ഉപോത്ബലകമായി 10 കന്യകമാരുടെ ചരിത്രം കൂടെ പറയും. അത് സഭയെ സംബന്ധിച്ചുള്ള കാര്യമല്ലെങ്കിലും ഇവരുടെ ഉപദേശത്തിനകത്ത് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഒരുക്കത്തോടുകൂടെ വിളക്കിൽ എണ്ണയുമായി കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയാണ് മണവാളൻ വരുന്നത്. ആ കാത്തിരിക്കാത്ത ഉഴപ്പന്മാരായ അല്ലെങ്കിൽ കാത്തിരിക്കാത്ത വിശ്വാസികൾ പുറന്തള്ളപ്പെടും എന്നാണ് ഈ പാർഷ്യൽ റാപ്ചർ തിയറിയിൽ അവർ വിശ്വസിക്കുന്നത്. അതിന് ലവോദിക്ക സഭയോട് ബന്ധത്തിൽ കർത്താവ് പറഞ്ഞ ഒരു വാക്കും കൂടെ അവർ ആധാരമായിട്ട് എടുക്കുന്നുണ്ട്. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല, ശീതോഷ്ണവാനാകിയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണ് കളയും. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ ആധാരം. മറ്റു ചില കാര്യങ്ങളുമുണ്ട്. ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. നമ്മൾ ഈ റാപ്ചർ എന്നുള്ള വിഷയം പഠിച്ചു കഴിയുമ്പോൾ ഇതിനെല്ലാം ഉത്തരമാകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പാർഷ്യൽ റാപ്ചർ തിയറി അത് രണ്ടാമത്തെ ആശയമാണ്.
മൂന്നാമത് നമ്മൾ കാണുന്ന ഒരാശയമെന്ന് പറയുന്നത് മിഡ് ട്രിബുലേഷൻ റാപ്ചർ, അതായത് മഹാപീഡനത്തിൻ്റെ നടുക്ക് സഭയെടുക്കപ്പെടുമെന്നുള്ളതാണ്. അത് അവർ പറയുന്നത് മഹാപീഡനത്തിൻ്റെ ആദ്യഘട്ടം സഭ ആദ്യത്തെ 3.5 വർഷം സഭ മഹാപീഡനത്തിൽ കൂടെ കടന്നു പോകും. 3.5 വർഷത്തിന് ശേഷം എതിർ ക്രിസ്തുവിൻ്റെ ഭരണം അതിഭയാനകമായ ഒരു ദുരന്തത്തിലേക്ക് എത്തുന്ന ഒരു കാലഘട്ടത്തിൽ മുമ്പ് കർത്താവിൻ്റെ സഭയെ ശുദ്ധീകരിച്ചെടുക്കുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. കാരണം ഇന്നത്തെ സഭ ശുദ്ധീകരണം ഇച്ചിരി കുറവാണ്. അതുകൊണ്ട് മഹാപീഡനത്തിൻ്റെ ആദ്യ 3.5 വർഷത്തിലൂടെ കടന്നു പോയെങ്കിൽ മാത്രമേ സഭ ശരിക്കും ശുദ്ധീകരിക്കപ്പെടുകയുള്ളൂ എന്നാണ് അത്തരക്കാർ പഠിപ്പിക്കുന്നത്. അത് മൂന്നാമത്തെ ആശയമാണ്. നാലാമത്തെ ആശയം എന്ന് പറയുന്നത് മഹാപീഡനത്തിന് ശേഷം സഭ എടുക്കപ്പെടും. നമ്മുടെ ഇടയിലും ചില ആളുകളത് വിശ്വസിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള അറിവ്. എന്ന് പറഞ്ഞാൽ സഭ മഹോപദ്രവത്തിൽ കൂടെ കടന്നു പോകും. അങ്ങനെ ഉപദ്രവത്തിൽ കൂടെ കടന്നു പോയിട്ട് മാത്രമേ സഭയ്ക്ക് ഒരു റാപ്ചർ അല്ലെങ്കിൽ ഉൽപ്രാവണം ഉണ്ടാകത്തുള്ളൂ എന്നാണ് ഇത്തരക്കാരൊക്കെ പഠിപ്പിക്കുന്നത്. എന്തായാലും ഈ 70-ാം ആഴ്ചവട്ടം എന്നുള്ള ആ കാലഘട്ടത്തെ സംബന്ധിച്ച് ഒന്ന് വളരെ വ്യക്തമായി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ 70-ാം ആഴ്ചവട്ടത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന യഹോവയുടെ ദിവസമെന്നും കർത്താവിൻ്റെ നാളെന്നും പറഞ്ഞിരിക്കുന്ന ആ കാലഘട്ടത്തെ സംബന്ധിച്ച് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായി പറഞ്ഞിരിക്കുന്ന വേദഭാഗങ്ങളൊന്ന് പരിശോധിച്ചാൽ ഈ മഹാപീഡന കാലഘട്ടത്തിൽ ഒരിക്കലും സഭ ഉണ്ടാവത്തില്ല എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാകാൻ പറ്റുന്ന കാര്യമാണ്. ഈ മഹാപീഡന കാലത്തെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് ഒന്ന്, അത് യഹോവയുടെ കോപ ദിവസം എന്നുള്ളതാണ്. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യം, 11-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം, 14-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം, 15-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യവും അതിൻ്റെ 7-ാം വാക്യം, 16-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, 19-ാം വാക്യം, 1 തെസ്സലോനിക്കർ 1-ന്റെ 9-10 വാക്യം, 5-ന്റെ 9-ാം വാക്യം, സെഫന്യാവിൻ്റെ പുസ്തകം 1-ന്റെ 15 മുതൽ 18 വരെയുള്ള വാക്യം. അത് ഈ കാലഘട്ടത്തെക്കുറിച്ച് ഈ വാക്യങ്ങളെല്ലാം വളരെ വ്യക്തമായി പറയുന്ന യഹോവയുടെ കോപ ദിവസമാണ്. നമുക്കറിയാം, യുഗപരമായിട്ടുള്ള പഠനം നമ്മൾ നടത്തുമ്പോൾ നമ്മൾ ഇപ്പോഴായിരിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് കൃപയുടെ കാലഘട്ടമാണ്. ഇത് ദൈവകോപത്തിൻ്റെ കാലഘട്ടമല്ല. ദൈവം കൃപയോടുകൂടെ ആളുകളോട് ഇടപെടുന്നൊരു കാലഘട്ടമാണ്. തെറ്റുകൾ ക്ഷമിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് തത്സമയത്ത് കൃപ ലഭിക്കാൻ ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് വരിക. ഈ കാലഘട്ടത്തിൽ നമ്മുടെ കർത്താവ് നമ്മളോട് കാണിക്കുന്ന കരുണ എന്ന് പറയുന്നത് നമ്മുടെ ബലഹീനതകളിൽ നമ്മളോട് സഹതാപം കാണിക്കുന്നവനാണ്. ക്രിസ്തുവിൻ്റെ സഭയെ തൻ്റെ രക്തത്താൽ ശുദ്ധീകരിച്ച് യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓരോരുത്തരും ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയുടെ അടിസ്ഥാനത്തിലോ നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലോ അല്ല നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്ന. തിരുവെഴുത്ത് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. 1 യോഹന്നാൻ 1:7 വായിക്കുന്ന അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു. കൊരിന്തിയ സഭ നമുക്കറിയാമല്ലോ, 1-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നതിൽ മാത്രമല്ല ഏതൊരു നൂറ്റാണ്ട് പരിശോധിച്ചാലും കൊരിന്ത്യ സഭ പോലെ എല്ലാ തരത്തിലുള്ള അധാർമികമായ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ ഒരു സഭയെ നമുക്ക് വേർപെട്ട ദൈവജനത്തിൻ്റെ മധ്യേ കാണാൻ കഴിയില്ല. അത്ര മാത്രം പ്രതികൂലങ്ങളിലൂടെ, പ്രത്യേകിച്ച് വളരെ തെറ്റായ പ്രവർത്തനങ്ങളിലൂടെ കടന്നുപോയൊരു സഭയാണ് കൊരിന്ത് സഭ. ആ കൊരിന്ത് സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറഞ്ഞത്, നിങ്ങൾ ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ട വിശുദ്ധന്മാരാണ്. നിങ്ങൾ ക്രിസ്തുയേശുവിൽ ഒരിക്കൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാണ്. എന്നാൽ നിങ്ങളിപ്പോൾ തെറ്റുകൾ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ വിശുദ്ധന്മാരെന്ന് പറയാൻ പറ്റത്തില്ലെന്നല്ല പൗലോസ് പറയുന്നത്. നിങ്ങൾ ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ട വിശുദ്ധന്മാരാണ്. അതുകൊണ്ട് സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വേർപെട്ട് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അവർ പൂർണ്ണമായും വിശുദ്ധീകരിക്കപ്പെട്ടവരാണ്, ദൈവത്തിൻ്റെ മക്കളാണ്. ആ ദൈവത്തിൻ്റെ മക്കളെന്നുള്ള സ്ഥാനത്തിലാണ് അവരെ ദൈവം കാണുന്നത്. അവർ രാജകീയ പുരോഹിതന്മാരാണ്, ദൈവത്തെ ആരാധിക്കുന്നവരാണ്. ആ രക്ഷിക്കപ്പെട്ട ആളുകളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളും സംഭവിച്ചാൽ അവരെ ദൈവം ശിക്ഷിക്കുന്നതിന് ബാലശിക്ഷ എന്നാണ് പറയുന്നത്. അത് ഈ ജഡത്തിൽ നമ്മൾ
ജീവിക്കുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് അതിൻ്റെ ശിക്ഷകളൊക്കെ നടപ്പാക്കുന്നത്. അപ്പോൾ നമ്മളെ ഒരു മഹാകോപ ദിവസത്തിലേക്ക് ദൈവം കൊണ്ടുപോകത്തില്ല എന്ന് ഈ വേദഭാഗങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. രണ്ടാമത് 70-ാം ആഴ്ചവട്ടത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് യഹോവയുടെ ന്യായവിധിയുടെ കാലഘട്ടമാണ്. ഇന്ന് ദൈവം മനുഷ്യനെ ന്യായം വിധിക്കുന്നില്ല. ന്യായവിധിയെല്ലാം പുത്രനെയാണ് പിതാവായ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. ഇന്ന് ഏത് മനുഷ്യനും മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് വരുവാൻ അവസരമുണ്ട്. എന്നാൽ മഹാപീഡന കാലഘട്ടം എന്ന് പറയുന്നത് യഹോവയുടെ ന്യായവിധിയുടെ കാലഘട്ടമാണ്. വെളിപ്പാട് പുസ്തകം 14:7, 15:4, 16:5 മുതൽ 7 വരെ, 19:2 ഈ വാക്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ ദൈവത്തിൻ്റെ ന്യായവിധി എത്ര ഭയങ്കരമായിട്ടാണ് ഈ മഹാപീഡന കാലഘട്ടത്തിൽ ലോകത്തിന്മേൽ വരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ദൈവസഭയ്ക്ക് ന്യായവിധിയിലേക്ക് കടന്നു പോകേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് സഭ മഹാപീഡനത്തിലൂടെ കടന്നു പോകത്തില്ല എന്നാണ് ഭൂരിപക്ഷം വേദപണ്ഡിതന്മാരും വിശ്വസിക്കുന്നത്. 3, യഹോവയുടെ അധാർമികതയ്ക്കെതിരെയുള്ള കോപം. ഇന്നിപ്പോഴങ്ങനെ അധാർമികതയ്ക്കെതിരെ ഇന്ന് ദൈവം കോപിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഇന്ന് ലോകം മുഴുവൻ എന്തെല്ലാം അധാർമികതയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ കാലഘട്ടത്തിൽ ദൈവം അനങ്ങാതിരിക്കുന്നത്, നിശബ്ദനായിരിക്കുന്നത്, അതിനുവേണ്ടി റിസർവ് ചെയ്തിരിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. ദൈവവചനത്തിന് വിരുദ്ധമായി ജീവിക്കുന്ന ലോകത്തെ ന്യായം വിധിക്കാൻ അവനൊരു കാലഘട്ടം നിശ്ചയിച്ചിട്ടുണ്ട്. യെശയ്യാപ്രവചനം 26:20, 21, 34:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളൊന്ന് പഠിച്ചാൽ ആ അധാർമികമായ ജീവിതശൈലിയിലൂടെ മുന്നോട്ട് പോകുന്ന, അല്ലെ പാപത്തിൻ്റെ വഴികളിലൂടെ ജീവിക്കുന്ന ആളുകളെ ഈ ഭൂമിയിൽ വെച്ച് തന്നെ ദൈവം കർശനമായി ശിക്ഷിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. അത് മഹാപീഡന കാലഘട്ടമാണ്. അത് യാക്കോബിൻ്റെ കഷ്ടകാലമാണ്. 4, ഇത് യഹോവ ലോകത്തിൽ ശിക്ഷ നടപ്പാക്കുന്ന ഒരു കാലഘട്ടമാണ്. യെശയ്യാപ്രവചനം 24:20, 21 വാക്യങ്ങൾ പഠിച്ചാൽ ദൈവം ലോകത്തിൽ ശിക്ഷ നടപ്പാക്കുന്ന ഒരാൾ. മരണത്തിനപ്പുറത്ത് വലിയൊരു ന്യായവിധി മനുഷ്യനുണ്ട്. നിത്യനരകത്തിലേക്ക് തള്ളുക എന്ന് പറയുന്നത് അത് ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തവരെയാണ് അവിടെ തള്ളുന്നത്. എന്നാൽ ഇവിടെ മഹാപീഡന കാലത്തിൽ ദൈവം ലോകത്തെ ശിക്ഷ നടപ്പാക്കുന്ന, നമുക്കറിയാം 3 തലങ്ങളിലാണ് മഹാപീഡനം നടക്കാൻ പോകുന്നത്. ഒന്ന്, മുദ്രകൾ പൊട്ടിക്കുമ്പോഴുള്ള 7 മുദ്രകൾ പൊട്ടിക്കുമ്പോഴുള്ള ന്യായവിധി, പിന്നീട് 7 കാഹള ന്യായവിധി, പിന്നീട് നമ്മൾ കാണുന്നത് 7 ക്രോധകലശ ന്യായവിധി. ഇതെല്ലാം ലോകത്തിന്മേൽ ദൈവം നേരിട്ട് നടപ്പാക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ദൈവകോപം ലോകത്തിന്മേൽ ചൊരിയുകയാണ്. അതാണ് വാസ്തവത്തിൽ ഈ മഹാപീഡന കാലഘട്ടം എന്ന് പറയുന്നത്. 5 നമ്മൾ കാണുന്നത് ഇത് ലോകത്തെ പരീക്ഷിക്കുന്ന ഒരു കാലഘട്ടമാണ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 10 വായിക്കുന്നത് ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലൊക്കെയും വരുന്ന പരീക്ഷാകാലത്ത് ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല. പരീക്ഷിച്ച് ശുദ്ധീകരിച്ചാരെ സ്വർഗത്തിൽ കൊണ്ടുപോകണം ദൈവത്തിന് ആഗ്രഹമില്ല. ഇന്ന് സുവിശേഷത്താലാണ് ദൈവം ആളുകളെ രക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവദാസന്മാരോട്, ദൈവസഭയോട് നിങ്ങൾ ലോകത്തെമ്പാടും പോയി സകല സൃഷ്ടികളോട് സുവിശേഷം അറിയിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ട് വരുന്നവർക്ക് ദൈവമക്കളായിത്തീരാൻ അവകാശമുണ്ട്. അവരെ പ്രത്യേകിച്ച് പരീക്ഷണശാലകളിലൂടെയൊക്കെ കടത്തിവിട്ട് ശുദ്ധീകരിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന ഒരു പ്രോജക്റ്റൊന്നും ദൈവത്തിനില്ല. എന്നാൽ ലോകത്തെ മുഴുവൻ അതിഭയങ്കരമായ പ്രതികൂലങ്ങളിലൂടെ കടന്നുപോയി ലോകത്തെ പരീക്ഷിക്കാൻ പോകുന്ന ഒരു കാലഘട്ടം വരാൻ പോകുന്നു എന്നാണ് വാസ്തവത്തിൽ മഹാപീഡന കാലം സൂചിപ്പിക്കുന്നത്. 6-ാമത്തെ കാര്യം, യഹോവ ലോകത്തെ ദുരിതത്തിലാക്കുന്ന ഒരു കാലഘട്ടമാണ്. യിരെമ്യാ പ്രവചനം 30-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. ഇന്ന് ദൈവം ലോകത്തെ ദുരിതത്തിലേക്ക് കൊണ്ടുപോകുന്നില്ല. മനുഷ്യൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട്, മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട്, മനുഷ്യൻ്റെ ജീവിതത്തിലെ കാര്യങ്ങൾ കൊണ്ടും പ്രകൃതി ഉണ്ടാക്കുന്ന പ്രതിസന്ധികൾ കൊണ്ടും ഒക്കെയാണ് ഇന്ന് ദുരിതങ്ങളുണ്ടാകുന്നത്. ഇപ്പം മധ്യപൂർവ്വ ദേശത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം ദൈവത്തിൻ്റെ പരിപാടികളല്ല, അത് മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്നാൽ ദൈവം തന്നെ ലോകത്തെ നേരിട്ട് ദുരിതത്തിലേക്കാക്കാൻ പോവുകയാണ്. ഇന്ന് ദൈവം അങ്ങനെ ആരെയും ഒരു സമൂഹത്തെയും ദുരിതത്തിലേക്ക് ആക്കുന്നില്ല. കൊറോണ ലോകത്ത് വന്നപ്പോഴും അല്ലെങ്കിൽ ചില പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ തലയിലാണ് ഇതെല്ലാം കെട്ടിവെക്കുന്നത്. ദൈവം ലോകത്തിൽ നമ്മൾ വായിക്കുന്ന ദോഷങ്ങളാൽ ആരെയും പരീക്ഷിക്കുന്നവനല്ല
ഈ കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ദൈവം ലോകത്തെ മഹാദുരിതത്തിലാക്കാൻ പോകുന്നൊരു കാലഘട്ടമാണ് മഹാപീഡന കാലഘട്ടം. നമ്മൾ വെളിപ്പാട് പുസ്തകം 6 മുതൽ 18 വരെയുള്ള അധ്യായങ്ങൾ പഠിച്ചാൽ എല്ലാ മലയും സ്വസ്ഥാനത്ത് നിളകിപ്പോകുന്ന അതിഭയങ്കരമായ ഭൂമി കുലുക്കങ്ങൾ ഉൾപ്പെടെ ലോകത്തിൽ അതിഭയാനകമായ ദുരന്തങ്ങൾ പെയ്തിറങ്ങാൻ പോകുന്ന ഒരു കാലഘട്ടമാണ് മഹാപീഡന കാലഘട്ടമെന്ന് നമുക്കറിയാനായിട്ട് സാധിക്കും. മാത്രമല്ല അതിൻ്റെ 7ാമത്തെ കാര്യം, ഈ 70-ാം ആഴ്ചവട്ടത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, യഹോവ ലോകത്തെ നശിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഭൂമിയെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള മനുഷ്യരെയും എല്ലാം നശിപ്പിക്കുക. മഹാപീഡന കാലത്തെ മരണങ്ങളുടെ തന്നെ സംഖ്യ എടുത്താൽ നമുക്കറിയാം എത്ര ഭയങ്കരമായ ദുരന്തങ്ങളാണ് ലോകത്തിൽ സംഭവിക്കാൻ പോകുന്നത്. യോവേൽ പ്രവചനം 1-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ കാണാൻ സാധിക്കും. 8ാമത് നമുക്ക് കാണാൻ സാധിക്കുന്ന യഹോവ ലോകത്തെ ഇരുട്ടിലേക്ക് തള്ളിവിടുന്ന കാര്യം. യോവേൽ പ്രവചനം 2:2, സെഫന്യാവ് 1:14 മുതൽ 18 വരെ, ആമോസ് 5:18. അക്ഷരികമായും ആത്മീകമായും എല്ലാ തലങ്ങളിലുമുള്ള ഒരു ഇരുട്ടിലേക്ക് ലോകം എത്തപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ് മഹാപീഡന കാലഘട്ടം എന്ന് പറയുന്നത്. ഈ മഹാപീഡന കാലഘട്ടം എപ്പോൾ സംഭവിക്കും എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. നമ്മൾ തെസ്സലോനിക്ക ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരുന്നത് പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്നു ഭവിക്കും, തെറ്റിയൊഴിയാവുന്നതുമല്ല. അപ്പോൾ മഹാപീഡനം ലോകത്തിലേക്ക് എപ്പോഴാണ് വരുന്നത്? ഏത് കാലഘട്ടത്തിലാണ് വരുന്നത്? മഹാപീഡനം ലോകത്തിലേക്ക് വരണമെങ്കിൽ ഏറ്റവും ഭയാനകമായിട്ടുള്ള ഒരു ഭരണ സംവിധാനം കൂടെ ലോകത്തിലേക്ക് വരണം. അത് എതിർ ക്രിസ്തുവിൻ്റെ ലോകഭരണമാണ്. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ സഭയെ ഭൂമിയിൽ നിന്ന് എടുത്തതിന് ശേഷം ഈ ലോകത്തെ ന്യായം വിധിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ അവൻ ന്യായവിധിയുടെ മുദ്രകൾ പൊട്ടിക്കുമ്പോൾ 1-ാമത്തെ മുദ്ര പൊട്ടിച്ച് ഈ ലോകത്തിലേക്ക് ആനയിക്കുന്നൊരു വ്യക്തിയാണ് എതിർ ക്രിസ്തു എന്ന് പറയുന്ന ഏകലോക ഭരണാധികാരി. അപ്പോഴവൻ എപ്പോഴാണ്, ഏത് കാലഘട്ടത്തിലാണ് വരുന്നത് എന്ന് വളരെ വ്യക്തമായി തിരുവെടുത്ത് പറയുന്നുണ്ട്. അതാണ് തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്നത്, അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുന്നൊരു കാലഘട്ടം. അപ്പോൾ വേദ പണ്ഡിതന്മാർ പല ആളുകളും പറഞ്ഞു കേൾക്കുന്നത് ലോകത്തിലൊരു 3-ാം ലോക മഹായുദ്ധം ഉണ്ടാകും. 1ഉം 2ഉം യുദ്ധം ഉണ്ടായെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. 3-ാം ലോക മഹായുദ്ധം ഉണ്ടാകും. ഈ മധ്യപൂർവ്വദേശത്തെ യുദ്ധങ്ങളൊക്കെ ആളുകൾ പഠിപ്പിക്കുമ്പോൾ അതൊരു 3-ാം ലോക മഹായുദ്ധത്തിലേക്ക് എത്തപ്പെടാൻ പോകുന്നു എന്നാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ 3-ാം ലോക മഹായുദ്ധം ഉണ്ടാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആ യുദ്ധം അവസാനിപ്പിക്കാൻ ലോകത്തിലുള്ള ഒരു ഭരണാധിപന്മാരെ കൊണ്ടും പറ്റാതെ വരും, ഒരു രാജ്യത്തലവന്മാരെ കൊണ്ടും പറ്റാതെ വരും. ആ 3-ാം ലോക മഹായുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു ഭരണാധികാരി ഉണ്ടാവണം. ആ ഭരണാധികാരിയാണ് എതിർ ക്രിസ്തു എന്നും അവൻ ഒരാഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും അല്ലെങ്കിൽ ഉടമ്പടി ഉണ്ടാക്കുമെന്ന് പറയുന്നത് ആ 3-ാം ലോക മഹായുദ്ധത്തിൻ്റെ നടുവിലാണെന്നും പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. വേറൊരു പഠിപ്പിക്കലുള്ളത് സഭ റാപ്ചർ ഓഫ് ദ ചർച്ച്, സഭയുടെ ഉൽപ്രാവണം നമുക്കറിയാം എപ്പോൾ ഏത് നിമിഷവും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അങ്ങനെ റാപ്ചർ സംഭവിച്ചു കഴിയുമ്പോൾ ലോകത്തെ വലിയൊരു പറ്റം ആളുകൾ ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷരാകും, സ്വർഗത്തിലേക്ക് പോകും. അങ്ങനെ ലോകത്തിന് താങ്ങാനാവാത്ത വലിയ ദുരന്തങ്ങൾ ലോകത്തിലുണ്ടാകും. ആ ദുരന്തങ്ങൾ വന്നു ഭവിക്കുമ്പോൾ ലോകം അസാധാരണമായ ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ അവിടെ ലോകത്തിൻ്റെ ഭരണകർത്താവായി എതിർ ക്രിസ്തു വരുമെന്നാണ് ചിലർ പഠിപ്പിക്കുന്നത്. പക്ഷേ തെസ്സലോനിക്ക ലേഖനത്തിലെ വാക്യം എന്താ അവിടെ പറയുന്നത്? അവർ സമാധാനമെന്നും നിർഭയമെന്നും കരുതുന്നൊരു സമയത്ത് എന്ന് പറഞ്ഞാൽ ലോകം വളരെ ശാന്തമായി മുന്നോട്ട് പോകുന്നൊരു സമയം, ലോകത്തെല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു എന്ന് തോന്നുന്നൊരു സമയം, അപ്രതീക്ഷിതമായി ഒരു ദുരന്തം ലോകത്തിലേക്ക് വന്നു ഭവിക്കും. എന്താണ് ആ ദുരന്തം? സഭയുടെ എടുക്കപ്പെടൽ എന്നുള്ള ദുരന്തം. അത് ലോകത്തെ സംബന്ധിച്ചൊരു ദുരന്തമാണ്. ആ സഭ എടുക്കപ്പെട്ട് കഴിയുമ്പോൾ ആ സഭയുടെ കാന്തനായ കർത്താവ് ന്യായവിധിയുടെ 1-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ എതിർ ക്രിസ്തു ലോകത്തിൻ്റെ ഭരണമേറ്റെടുത്ത് അങ്ങനെ ലോകഭരണം പിശാചൻ്റെ കയ്യിലേക്ക് വീഴുന്ന ഭയാനകമായ ഒരു ദുരന്തം പേർന്നൊരു കാലഘട്ടമാണ്
മഹാപീഡന കാലഘട്ടം. ഇതൊരു ഔട്ട്ലൈൻ എന്ന നിലയിൽ ഞാൻ പറയുകയാണ്. അതുകൊണ്ട് സഭ മഹോപദ്രവത്തിൽ കൂടെ കടന്നു പോകുമോ എന്ന് ചോദിക്കുമ്പോൾ പോകത്തില്ല എന്ന് പറയാൻ പറ്റുന്ന ചില വാക്യങ്ങൾ നമുക്ക് വേദപുസ്തകത്തിലുണ്ട്. അതൊന്ന് ഞാൻ വേഗത്തിൽ വായിച്ച് കേൾപ്പിക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം വളരെ പ്രധാനപ്പെട്ടൊരു വാക്യമാണ്. ഞാൻ മുമ്പ് വായിച്ചതാണ്. ആ വാക്യം പറയുന്നത്, ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലൊക്കെങ്ങും വരുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. അവിടെ ഗ്രീക്കിൽ ഉപയോഗിച്ച് ഗ്രീക്ക് പദത്തിന് ഔട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ, ഔട്ട് ഓഫ് എന്നുള്ള വാക്ക് ശരിയായി ഉപയോഗിച്ച് വ്യാഖ്യാനിച്ചാൽ ഇങ്ങനെയാണ് പറയേണ്ടത്: ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുന്ന പരീക്ഷാകാലത്ത് നിന്നെ ഞാൻ കാക്കും, അല്ലെങ്കിൽ ആ പരീക്ഷാകാലത്ത് നിന്ന് നിന്നെ ഞാൻ കാക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഭൂമിയിൽ വരാൻ പോകുന്ന ന്യായവിധി, യഹോവയുടെ കോപദിവസം, യഹോവയുടെ ന്യായവിധി, അധാർമികരെയുള്ള ദൈവത്തിൻ്റെ കോപം, ലോകത്തിൽ ശിക്ഷ നടപ്പാക്കുന്ന കാലം, ലോകത്തെ പരീക്ഷിക്കുന്ന കാലം, ലോകത്തെ ദുരിതത്തിലാക്കുന്ന കാലം, ലോകത്തെ നശിപ്പിക്കുന്ന കാലം, ലോകത്തെ ഇരുട്ടിലേക്ക് തള്ളിവിടുന്ന അതിഭയാനകമായ ആ 7 വർഷം നീണ്ട ന്യായവിധിയിൽ നിന്ന് ദൈവസഭയെ കർത്താവ് രക്ഷിക്കുമെന്ന് വളരെ വ്യക്തമായി ഈ വേദഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. രണ്ടാമത് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വാക്യം 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യമാണ്. അവിടെ നമ്മൾ വായിക്കും, ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷ പ്രാപിപ്പാൻ അത്രേ നിയമിച്ചിരിക്കുന്നത്. ഇവിടെ തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് പറയുകയാണ്, നിങ്ങൾ കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങൾ എഴുതിയറിയിപ്പാൻ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ, പൗലോസ് വളരെ വ്യക്തമായി ദൈവവചനം നന്നായി പഠിപ്പിച്ച ഒരു സഭയാണ് തെസ്സലോനിക്ക സഭ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ടുണ്ടായ എല്ലാ സഭകളിലും അദ്ദേഹം നന്നായി വചനം പഠിപ്പിച്ചു. അദ്ദേഹം നന്നായി വചനം അറിയാവുന്ന ആളായിരുന്നു, വെളിപ്പാടുകളുടെ ആധിക്യമുള്ളയാളായിരുന്നു. അങ്ങനെ നന്നായി വചനം പഠിപ്പിച്ചുകൊണ്ട് പൗലോസ് പറയുകയാണ്, നിങ്ങളെ കാലങ്ങളെയും സമയങ്ങളെയും ഒന്നും നിങ്ങളെ എഴുതിയറിയിപ്പാൻ ആവശ്യമില്ല. കള്ളൻ രാത്രിയിൽ വരുന്നത് പോലെ കർത്താവിൻ്റെ നാൾ വരുന്നുവെന്ന് നിങ്ങൾ നന്നായി അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞാൽ, തെസ്സലോനിക്ക വിശ്വാസികൾക്ക് സഭ മഹോപദ്രവത്തിന് മുമ്പ് എടുക്കപ്പെടുമെന്നും നമുക്കറിയാം. 4-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ റാപ്ചർ എന്നുള്ള വിഷയം വളരെ വ്യക്തമായി പൗലോസ് പഠിപ്പിക്കുകയാണ്, വിശ്വാസികളെ പഠിപ്പിക്കുകയാണ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുമെന്നും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുന്നു, ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോടൊരുമിച്ച് ആകാശമേഘങ്ങളിലേക്ക് എടുക്കപ്പെടുമെന്നും വളരെ വ്യക്തമായി അദ്ദേഹം ആ 4-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 18 വരെ വാക്യങ്ങൾ പഠിപ്പിച്ചിട്ടാണ് പറയുന്നത്, സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല. കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിൻ്റെ നാൾ വരുന്നു. ഞാൻ പറഞ്ഞ പോലെ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന യഹോവയുടെ നാൾ എന്നുള്ള പദത്തിനാണ് ഇവിടെ കർത്താവിൻ്റെ നാളെന്ന് പറഞ്ഞിരിക്കുന്നത്, ദ ഡേ ഓഫ് ദ ലോഡ്. അവിടെ ഡേ ഓഫ് ദ ലോഡ് എന്തിനാണ്? കള്ളൻ രാത്രി വരുന്നത് എന്തിനാ? കള്ളൻ രാത്രി വരുന്നത് അറുക്കാനും മുടിപ്പാനുമാണ്. അപ്പോൾ കർത്താവിൻ്റെ നാളെന്ന് പറയുന്നത് ഡേ ഓഫ് ദ ലോഡ്, ലോകത്തിന് വരാൻ പോകുന്ന വലിയ ദുരന്തമാണ് എന്ന് നിങ്ങൾ നന്നായി അറിയുന്നുവല്ലോ. അത് വ്യക്തമായി പൗലോസ് വരെ പഠിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് അവർക്കത് അറിയാവുന്നതുകൊണ്ട് ഒരു കൺഫ്യൂഷനും തെസ്സലോനിക്ക വിശ്വാസികളെ സംബന്ധിച്ചില്ല. എന്നിട്ട് പൗലോസ് പറയുകയാണ്, അറിയുന്നുവല്ലോ, അവർ സമാധാനമെന്നും, അതായത് ലോകത്തിലുള്ളവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് നാശം അനുഭവിക്കും. അവർക്ക് തെറ്റിയൊഴിയാവതല്ല. അപ്രതീക്ഷിതമായൊരു സമയത്ത് സഭ ഈ ഭൂമിയിൽ എടുക്കപ്പെടുമ്പോൾ, എതിർ ക്രിസ്തു ലോകത്തിൻ്റെ ഭരണം ഏറ്റെടുക്കുമ്പോൾ, പിന്നെ മഹാപീഡന കാലഘട്ടം ലോകത്തിൽ ആരംഭിക്കുകയായി. അത് ലോകത്തിന് തെറ്റിയൊഴിയാനാവാത്ത ഒരു നാശമാണ്, ദൈവത്തിൻ്റെ ന്യായവിധിയാണ്. അടുത്ത വാക്ക്, എന്നാൽ സഹോദരന്മാരെ, ആ നാൾ അല്ലെങ്കിൽ ദ ഡേ ഓഫ് ദ ലോഡ്, കർത്താവിൻ്റെ നാൾ, കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല, നിങ്ങളെല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും. നോക്കണം, നിങ്ങളെല്ലാവരും, നിങ്ങളിൽ കുറേ പേരൊന്നല്ല. പാർഷ്യൽ റാപ്ചർ തിയറിക്കാർ പറയുന്നത് പോലെ കുറച്ച് പേരുടെ കാര്യമിലൂടെ പറഞ്ഞു, നിങ്ങളെല്ലാവരും. കൊരിന്ത്യ സഭയോടുള്ള എന്താ പറഞ്ഞല്ലേ, നാം എല്ലാവരും രൂപാന്തരപ്പെടും, കാഹളം ധ്വനിക്കും, മരിച്ച രക്ഷകരായവർക്കും നാം രൂപാന്തരപ്പെടും. ഇപ്പോൾ സഭയിലുള്ള രക്ഷിക്കപ്പെട്ട എല്ലാ വിശ്വാസികളെ ഉറപ്പിച്ചുകൊണ്ട് പറയുന്നത്,
അതുകൊണ്ട് നിങ്ങളെല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളുമാകുന്നു. നാം രാത്രിക്കും ഇരുളിലുമുള്ളവരല്ല. ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്ന് സുബോധമായിരിക്കുക. ഉറങ്ങുന്നവർ രാത്രി ഉറങ്ങുന്നു, മദ്യപിക്കുന്നവർ രാത്രി മദ്യപിക്കുന്നു. നാമോ പകലിനുള്ളവരാകയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായ രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കുക. അടുത്ത വാക്കാണ് ഞാൻ വായിച്ചത്. ദൈവം നമ്മെ കോപത്തിനല്ല, ട്രിബുലേഷനിലേക്ക് നമ്മൾ പോകാനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷ പ്രാപിപ്പാൻ അത്രേ നമ്മളെ നിയമിച്ചിരിക്കുന്നത്. നമ്മളെ ദൈവം രക്ഷിച്ചത് മഹാപീഠത്തിലേക്ക് തള്ളിയിടാനല്ല, മഹാദുരന്തത്തിലേക്ക് തള്ളിയിടാനല്ല, നമ്മളെ രക്ഷ പ്രാപിക്കാനാണ്, സ്വർഗത്തിൽ കൊണ്ടുപോകാനാണ്. ക്രിസ്തുവിൻ്റെ മണവാട്ടി എന്നുള്ള ഉന്നതമായ സ്ഥാനത്തിൽ സഭയെ സ്വർഗത്തിൽ കൊണ്ടുപോയി ബഹുമാനിക്കാനാണ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അത് വളരെ വ്യക്തമായി ഈ വേദഭാഗത്ത് കാണുന്നുണ്ട്. മൂന്നാമത്തെ വാക്യം എന്ന് പറയുന്നത് 1 തെസ്സലോനിക്കർ 1-ാം അധ്യായത്തിൻ്റെ 9-ഉം 10-ഉം വാക്യമാണ്. അവിടെ തെസ്സലോനിക്ക വിശ്വാസികളോട് പൗലോസ് പറയുന്നത്, ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തൻ്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നതിനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നുവെന്നും അവർ തന്നെ പറയുന്നു. ഇവിടെ പൗലോസ് തെസ്സലോനിക്ക വിശ്വാസികളോട് പറയുക, എന്താ പറയുന്നത്? വരുവാനുള്ള കോപത്തിൽ നമ്മെ വിടുവിക്കുന്നവനുമായ യേശു. എന്താ വരുവാനുള്ള കോപം? വരുവാനുള്ള കോപം എന്ന് പറയുന്നത് മഹാപീഡനം വരുവാനുള്ള ദൈവത്തിൻ്റെ കോപമാണ്. അതുപോലെ തന്നെ അന്ത്യന്യായവിധി ദൈവത്തിൻ്റെ വരുവാനുള്ള കോപമാണ്. ദൈവം റിസർവ് ചെയ്തിരിക്കുന്ന കോപത്തെക്കുറിച്ചാണ് ഇതെല്ലാം പറയുന്നത്. അപ്പോൾ ഇവിടെ ആ വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കാനുമായി യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും 1-ാം നൂറ്റാണ്ടിലുള്ള ദൈവസഭയെ പൗലോസും അപ്പോസ്തലന്മാരും ഒക്കെ പഠിപ്പിച്ചത് ലോകത്തിന് വരാൻ പോകുന്ന മഹാപീഡനത്തിന് മുമ്പ് സഭയെടുക്കപ്പെടും. ആ എടുക്കപ്പെടലിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. അവരുടെ കാലഘട്ടത്തിൽ തന്നെ കർത്താവ് വരുമെന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. നമ്മളും അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഓരോ കാലഘട്ടത്തിലും നമ്മളായിരിക്കുന്ന കാലഘട്ടത്തിൽ കർത്താവ് വരണമെന്നുള്ള ആഗ്രഹത്തോടും പ്രത്യാശയോടും കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. പൗലോസ് അങ്ങനെയാണ് പറയുന്നത്. അപ്പം വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ രക്ഷിപ്പാനത്രേ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വരുന്നത് എന്നുള്ളത് കൊണ്ട് മഹാപീഡനത്തിലേക്ക് സഭയെ തള്ളിവിടത്തില്ല എന്നുള്ളത് ഈ വാക്യത്തിൽ നിന്ന് തെളിവായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. 4-ാമത്തെ വാക്യം എന്ന് പറയുന്നത് 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിൻ്റെ 16-ഉം 17-ഉം വാക്യമാണ്. അവിടെ വായിക്കുന്നത്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അപ്പോൾ ഇവിടെ മഹാപീഡനം എന്ന് പറയുന്നത്, മഹാപീഡനം ലോകത്തിൽ നടക്കുന്നതിന് തൊട്ടു മുമ്പ് സഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടും എന്നുള്ള ഒരു പ്രത്യേകമായ കാര്യം പറയുകയാണ്. നമ്മൾ മഹാപീഡനത്തിൻ്റെ ശേഷം നമ്മൾ കാണുന്ന യേശുക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷത എന്ന് പറയുന്നത് മഹാപീഡനത്തിന് ശേഷമാണ്. അത് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും, മഹത്വ പ്രത്യക്ഷത. എന്നാൽ മഹത്വ പ്രത്യക്ഷതയുടെ സമയത്ത് കർത്താവും സഭയും തമ്മിലുള്ള വിവാഹത്തിന് ശേഷമാണ് മഹത്വ പ്രത്യക്ഷത. സഭയോടുകൂടിയാണ് കർത്താവ് ലോകത്തിലേക്ക് വരുന്നത്. അങ്ങനെയാണെങ്കിൽ മഹാപീഡനത്തിന് മുമ്പ് സഭ സ്വർഗത്തിൽ എടുക്കപ്പെടും എന്നുള്ളത് വളരെ തെളിവായി നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണ്. വെളിപ്പാട് പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം, വെളിപ്പാട് പുസ്തകം അതിൻ്റെ 2-3 അധ്യായങ്ങൾ 7 സഭകളെക്കുറിച്ച് പഠിപ്പിക്കുന്നത് ക്രൈസ്തവ സഭാചരിത്രത്തിൻ്റെ 7 കാലഘട്ടങ്ങളെ പ്രതികരിച്ചുകൊണ്ടാണ് സഭകളെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. ഇനി അതിൻ്റെ 4-5 അധ്യായം നിങ്ങൾ പഠിച്ചാൽ സഭ സ്വർഗത്തിൽ എത്തപ്പെട്ടു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. 6 മുതൽ 18 അധ്യായങ്ങൾ നമ്മൾ പഠിച്ചാൽ മഹാപീഡന കാലഘട്ടമാണ്. 19-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യം നമ്മൾ പഠിച്ചാൽ ക്രിസ്തുവും സഭയും തമ്മിലുള്ള വിവാഹമാണ്. 19-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 21 വരെയുള്ള വാക്യം നമ്മൾ പഠിക്കുമ്പോൾ മഹത്വ പ്രത്യക്ഷയും അതിനുശേഷം ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന ഹർമ്മയുദ്ധത്തിൻ്റെ ഒടുവിൽ നടക്കുന്ന ഭയങ്കരമായ ന്യായവിധിയുമാണ്.
അപ്പോൾ ഈ വാക്യങ്ങളെല്ലാം നമ്മൾ ചേർത്ത് പഠിക്കുമ്പോൾ മഹാപീഡനത്തിന് മുമ്പ് പൗലോസ് പറഞ്ഞതുപോലെ നമ്മുടെ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും, നമ്മൾ ഉയർത്തെഴുന്നേറ്റ് രൂപാന്തരപ്പെട്ട് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. അപ്പം മഹത്വ പ്രത്യക്ഷതയിലാണ് സംഭവിക്കുന്നതെങ്കിൽ അതിന് തെളിവായൊരു വാക്യം പോലും വേദപുസ്തകത്തിലില്ല. മഹത്വ പ്രത്യക്ഷത സമയത്ത് സഭയോടുകൂടെ കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. അതുകൊണ്ട് മഹത്വ പ്രത്യക്ഷതയ്ക്ക് മുമ്പ്, മഹാപീഡനത്തിന് മുമ്പ് സഭ എടുക്കപ്പെടുമെന്നുള്ളത് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അഞ്ചാമത്തെ തെളിവെന്ന് പറയുന്നത് യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ യോഹന്നാൻ പറയുന്നത്, ഞാൻ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്നത്, ഞാൻ വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അപ്പോൾ തെസ്സലോനിക്കയിൽ നമ്മൾ കണ്ടത്, നമ്മൾ ഉയർത്തെഴുന്നേറ്റ് ആകാശമേഘങ്ങളിലേക്ക് പോകും, ഭൂമിയിൽ നമ്മൾ പോകും. മഹാപീഡനത്തിന് മുമ്പ് നമ്മൾ ആകാശമേഘങ്ങളിലേക്ക് പോകും. ഇവിടെ കർത്താവ് പറയുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ, എൻ്റെ പിതാവിൻ്റെ പന്തത്തിൽ അനേകം സ്ഥിരമായ വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അപ്പം നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക്, പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോകാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ദൈവത്തിൻ്റെ സഭ എന്ന് നമുക്കവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന കാര്യമാണ്. 2 തെസ്സലോനിക്കർ 2:6-7 വാക്യം കുറച്ചുകൂടെ വളരെ തെളിവായിട്ടുള്ള ഒരു കാര്യം അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: അധർമ്മമൂർത്തി സമയത്തിന് മുമ്പേ വെളിപ്പെടാതിരിക്കേണ്ടതിന് തടുക്കുന്നത് എന്ത് എന്ന് നിങ്ങൾ അറിയുന്നു. അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ പഠിച്ചാലേ ആ വിഷയം മനസ്സിലാകത്തുള്ളൂ. ഞാൻ സമയം ഇല്ലാത്തതുകൊണ്ട് ആ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരികയാണ്. അധർമ്മമൂർത്തി എന്ന് പറയുന്ന നാശയോഗ്യനായ അധർമ്മമൂർത്തിയായ എതിർ ക്രിസ്തു ലോകത്തിൽ ദൈവം തീരുമാനിച്ചിരിക്കുന്നൊരു സമയമുണ്ട് അവൻ്റെ വെളിപ്പാടിന്. അതിനു മുമ്പ് അവൻ വെളിപ്പെടാതിരിക്കേണ്ടതിന് തടയുന്നത് എന്താണ്? ആ തടയുന്നത് എന്താണ് എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ദൈവസഭയാണ്. ദൈവസഭ ഈ ഭൂമിയിൽ ഉള്ളത് കൊണ്ടാണ് എതിർ ക്രിസ്തുവിന് ലോകത്തിലേക്ക് വരാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ഈ ലോകം ഭയങ്കരമായ ദുരന്തത്തിലേക്ക് പോകാത്തത്. കർത്താവ് തൻ്റെ സഭയെ സംരക്ഷിക്കേണ്ടത് കൊണ്ടാണ് ലോകത്തിൽ മഹാദുരന്തങ്ങൾ അനുവദിക്കാത്തത്. അപ്പോൾ അതുകൊണ്ട് തടുക്കുന്നത്, ഇവിടെ വായിക്കുന്നത്, അധർമ്മമൂർത്തി സമയത്തിന് മുമ്പേ വെളിപ്പെടാതിരിക്കേണ്ടതിന് തടുക്കുന്നത് എന്തെന്ന് നിങ്ങൾ അറിയുന്നു. എന്താണ് തടുക്കുന്നത്? ദൈവസഭ. ഇനി അടുത്ത വാക്യം, അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. സഭയുള്ളപ്പോൾ തന്നെ അധർമ്മമൂർത്തി ഇല്ലെന്നേ ഉള്ളൂ, അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടാൻ സമയമാകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് അധർമ്മം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും പെരുകുന്നു എന്നുള്ളതാണ്. നമുക്ക് ജീവിക്കാൻ പറ്റാത്തവണ്ണം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തവണ്ണം ലോകം ഭയങ്കരമായ വഷളത്വത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ ദൈവസഭയ്ക്ക് ഇവിടെ നിന്ന് പോകാനുള്ള സമയം വളരെ വേഗം അടുക്കുന്നു എന്നുള്ളതാണ്. ഇനി അടുത്ത വാക്യം, അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. എന്നിട്ട് അടുത്ത വാക്കെന്താ? തടുക്കുന്നവൻ. 1 തടുക്കുന്നത് ദൈവസഭയാണ്, 2 തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം. ആരാണ് തടുക്കുന്നവൻ? ഇന്ന് സഭയെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കയ്യിലാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ കയ്യിലുള്ള ദൈവസഭ, അല്ലെ പരിശുദ്ധാത്മാവ് തൻ്റെ സഭയുമായി ഈ ഭൂമിയിൽ നിന്ന് പോയതിന് ശേഷം മാത്രമേ അധർമ്മമൂർത്തി വെളിപ്പെട്ട് വരികയുള്ളൂ. അവൻ്റെ ഭരണകാലഘട്ടം മുതലാണ് യഥാർത്ഥത്തിൽ മഹാപീഡനകാലം ആരംഭിക്കുന്നത് എന്നുള്ളത് കൊണ്ട് നമുക്ക് 6-ാമതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, സഭ ഭൂമിയിൽ ഉള്ളതുകൊണ്ടാണ് മഹാപീഡനം ആരംഭിക്കാത്തത്. സഭ എപ്പോൾ ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുന്നു അപ്പോൾ യാക്കോബിൻ്റെ കഷ്ടകാലം ആരംഭിക്കും, ഇസ്രായേലിൻ്റെ ശുദ്ധീകരണം ആരംഭിക്കും. അത് വളരെ വ്യക്തമായി തിരുവെടുത്ത് പഠിപ്പിക്കുന്ന കാര്യമാണ്. റോമാലേഖനം നമ്മൾ വായിക്കുമ്പോൾ ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു എന്നല്ല അടുത്ത വാക്യം പറയുന്നത്, വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും, അങ്ങനെ ഇസ്രായേൽ മുഴുവനായി രക്ഷിക്കപ്പെടും. അപ്പോൾ ഈ ഒരു 2 കാലഘട്ടമാണ്. ഒന്ന് ഇസ്രായേലിൻ്റെ കഠിനതയുടെ ഒരു കാലഘട്ടം, 2 ഇസ്രായേലിനെ രക്ഷിക്കാനായിട്ട് മശിക മടങ്ങി വരുന്ന കാലഘട്ടം. ഈ കാലഘട്ടത്തിനിടയ്ക്ക് ഒരു 7 വർഷ കാലഘട്ടം ദൈവം റിസർവ് ചെയ്തിരിക്കുന്നു ഇസ്രായേലിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടി. സഖറിയ പ്രവചനം 12-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവർ കുത്തിവെങ്കിലേക്ക് നോക്കി കുലം കുലമായി ഗോത്രം ഗോത്രമായി നിലവിളിച്ച് രക്ഷിതാവിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരുന്ന ഒരു കാലഘട്ടം ഇസ്രായേലിനെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് അത് അവർക്ക് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്നതാണ്. അതുകൊണ്ട് സഭ ഭൂമിയിലുള്ളത് കൊണ്ടാണ് മഹാപീഡനം നടക്കാത്തത്.
ഏഴാമതായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യം ഞാൻ മുമ്പേ പറഞ്ഞൊരു കാര്യമാണ്. നമ്മൾ വെളിപ്പാട് പുസ്തകം 6 മുതൽ 18 വരെയുള്ള അധ്യായങ്ങൾ പഠിക്കുമ്പോൾ അവിടെ സഭയെ സംബന്ധിച്ചോ പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ചോ യാതൊരു നിലയിലുള്ള പരാമർശനങ്ങളുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 2-3 അധ്യായങ്ങൾ 7 സഭകളുള്ള ബന്ധത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം യോഹന്നാനെ സ്വർഗത്തിലേക്ക് എടുക്കുമ്പോൾ അദ്ദേഹം സ്വർഗത്തിൽ ചെന്ന് സഭയുടെ പ്രതിനിധികളായ മൂപ്പന്മാരെ കാണുന്നു എന്ന് പറഞ്ഞാൽ സഭ സ്വർഗത്തിൽ എത്തപ്പെട്ടു. 4-ാം അധ്യായത്തിൽ സഭ സ്വർഗത്തിൽ എത്തപ്പെട്ടു. 4-ഉം 5-ഉം അധ്യായത്തിൽ സഭ സ്വർഗത്തിലാണ്. അതുപോലെ തന്നെ 6-ാം അധ്യായത്തിൽ അവിടെ സ്വർഗീയ ആരാധന നമുക്ക് കാണാൻ സാധിക്കും. 6-ാം അധ്യായത്തിൽ നമുക്ക് കുഞ്ഞാട് മുദ്രകളിലൊന്ന് പൊട്ടിക്കും. സഭ സ്വർഗത്തിൽ എത്തപ്പെട്ടതിന് ശേഷമാണ് എതിർ ക്രിസ്തുവിനെ ലോകത്തിലേക്ക് വിടുന്നത്. 19-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ സഭയും ക്രിസ്തുവും തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ചാണ്. 19-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയാണ് സഭയോടുകൂടെ. 19-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ ദ എൻഡ് ഓഫ് ദ ട്രിബുലേഷൻ, മഹാപീഡനത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ കാര്യം അല്ലെങ്കിൽ ന്യായവിധി നടപ്പാക്കി ക്രിസ്തു ലോകത്തിൻ്റെ ഭരണം ഏറ്റെടുക്കുന്ന മനോഹരമായൊരു ദൃശ്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നമ്മളിന്ന് ചിന്തിച്ച വിഷയമെന്ന് പറയുന്നത് വളരെ ലളിതമായൊരു വിഷയമാണ്. നമ്മൾ ഇന്ന് ചിന്തിച്ചത് സഭയുടെ ഉൽപ്രാവണം മഹാപീഡനത്തിന് മുമ്പ് സംഭവിക്കണം. അതുകൊണ്ട് നമ്മളാരും കോപത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരല്ല, ദുരന്തത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരല്ല. നമ്മുടെ കർത്താവിൻ്റെ മടങ്ങിവരവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. ആ പ്രത്യാശയോടെ നമുക്ക് ജീവിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഉൽപ്രാവണം എന്ന വിഷയത്തിൻ്റെ പഠനം ഞാൻ അടുത്ത ക്ലാസ്സിൽ ആരംഭിക്കുന്നതാണ്.